മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത് തിരുവചനത്തിലൂടെ ഈശോനാഥൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന്. ദൈവരാജ്യം അത് സ്വർഗരാജ്യമാണ്. ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ ലക്ഷ്യം വെക്കേണ്ടത് സ്വർഗരാജ്യത്തെയാണ്, ദൈവരാജ്യത്തെയാണ്. ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം, നമ്മൾ ബലിയർപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം, ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാം പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യമായിരിക്കണം. ഇന്ന് നമ്മൾ എന്തിനെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്താ? നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്താ? നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്താ? നമ്മുടെ ജീവിതത്തിൻ്റെ സുഖം, സമ്പാദ്യം, ജീവിതത്തിൻ്റെ ഉയർച്ച, വിദേശയാത്ര, ജോലി, ബിസിനസ്, മക്കളുടെ പഠനം, മക്കളുടെ കല്യാണം, കടബാധ്യതകൾ ഇങ്ങനെ ഭൗതികതയ്ക്ക് വേണ്ടിയുള്ള ലക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇത് നമ്മളെ അപകടത്തിലാക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഭൗതികതയിൽ എപ്പോഴും തിന്മയുടെ ഒരു സ്വാധീനമുണ്ട്. ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങളിലും തിന്മയുടെ ഒരു സ്വാധീനം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരിച്ചറിഞ്ഞുകൊള്ളുക. ഈ ലോകത്തിലുള്ള സകലതിൻ്റെയും പിന്നിൽ തിന്മയുടെ ഒരു സ്വാധീനം ഒളിഞ്ഞു കിടപ്പുണ്ട് എങ്കിൽ ഭൗതികതയ്ക്ക് ലക്ഷ്യം വെച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മ കയറും, നമ്മുടെ ജീവിതത്തിലേക്ക് നാശം കയറും. ഭൗതികമായ കുറേ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും, സമ്പത്ത് നേടിയെടുക്കാൻ പറ്റും, സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൗതികത നേടിയെടുക്കുമ്പോൾ അതിനെല്ലാം പിന്നിൽ ഒരു തിന്മയുടെ സ്വാധീനം ഉണ്ടായിരിക്കും. തിന്മയുടെ സ്വാധീനമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ വചനം പഠിപ്പിക്കുന്നു സ്വർഗത്തെ ലക്ഷ്യം വെച്ച് നമ്മൾ ജീവിക്കണമെന്ന്. സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുമ്പോൾ അവിടെ തിന്മ കയറില്ല. കാരണം പിശാച് സ്വർഗത്തിനെതിരാണ്. നമ്മൾ സ്വർഗത്തിൽ പോകുന്ന പിശാചിന് ഇഷ്ടമല്ല. അപ്പോൾ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുമ്പോൾ അവിടെ തിന്മയുടെ സ്വാധീനം ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും അകന്ന് നമ്മൾ ഓരോരുത്തരും ജീവിക്കാനായിട്ട് സ്വർഗത്തെ ലക്ഷ്യം വയ്ക്കുക, സ്വർഗത്തെ നോക്കുക. അപ്പോൾ തിന്മ നമ്മുടെ ജീവിതത്തെ തകർക്കില്ല, തിന്മ നമ്മുടെ മക്കളെ തകർക്കില്ല, നമ്മുടെ കുടുംബത്തെ തകർക്കില്ല. അതുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുക. അധ്വാനിക്കുന്നത് സ്വർഗരാജ്യത്തിന് വേണ്ടിയിട്ടായിരിക്കട്ടെ. കരങ്ങളെ യാചനയോടെ വിളിച്ച് ഈ ദിവസത്തെയും ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈ ദിവസത്തിലെ ഇവരുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളിൽ കൂടെ ഉണ്ടായിരിക്കണമേ, വഴികളിൽ കൂടെ ഉണ്ടായിരിക്കണമേ. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഇവരെ പഠിപ്പിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും, ബന്ധനങ്ങളും, കെട്ടുകളും, പിശാചിൻ്റെ ഉപദ്രവങ്ങളും, നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും, ദുർശക്തിയുള്ള പ്രവർത്തനങ്ങളും, ആപത്തുകളും അപകടങ്ങളും, പിശാചിൻ്റെ എല്ലാ ഉപദ്രവങ്ങളും നിർവീര്യമായി തീരട്ടെ. ഈശോയെ അങ്ങയുടെ ശക്തി ഇവരിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.